ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 53 റിവ്യൂ ആണ്. ലൈവിലൊന്നും വലിയ കാര്യമായിട്ടുള്ള സംഗതികളില്ല. ഭയങ്കരമായിട്ടുള്ള ബോറിംഗ് മൊമെൻറ്റുകളിൽ കൂടെയാണ് പല സമയത്തും ലൈവ് മുന്നോട്ടേക്ക് പോകുന്നത്. മുഴുവൻ സമയം ഇത് കണ്ട് ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വലിയ അടിയാണ് സീസൺ 6 ലൈവ്. വലിയ കാര്യമായിട്ടുള്ള ഗെയിമും ഇല്ല. കുറേയധികം ഗ്രൂപ്പുകളുണ്ട്. അവരോരോ കളർ ബനിയനൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരൊക്കെ നടത്തും. എൻ്റെ പൊന്നു ബിഗ് ബോസ്, ഈ വാക്പോർ എന്ന് പറയുന്ന സാധനം എല്ലാ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യേണ്ടതില്ല, ഡിബേറ്റ് ആഡ് ചെയ്യേണ്ടതില്ല. ഇത് എപ്പോഴും അവിടെ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇത് വീണ്ടും ഒരു ഗെയിമിലും കൂടെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര മടുപ്പാണ്. വല്ല ക്വാളിറ്റി ഉള്ള വാക്പോര് വല്ലതും ആണോ? ഒന്നുമില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കിംഗ് എന്നും പറഞ്ഞിട്ട് ചുമ്മാ കളിയാക്ക് തന്നെ. അല്ലാതെ എന്താണ്, നട്ടലോടെ നിവർന്ന് നിൽക്കട എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥിരം സാധനം അല്ലാതെ പ്രത്യേകിച്ച് ഇവർക്കൊന്നും പ്രൊവോക്ക് ചെയ്യാനില്ല. കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ചെയ്യുന്നത് സിജോ, നോറയൊക്കെയാണ്. നോറ തിരിച്ച് ചെയ്യുന്നതും എനിക്ക് രസമായിട്ട് തോന്നി. സിജോ നോറയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടും നോറ തളരുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തളരാൻ പോയി കഴിഞ്ഞാൽ, അതിൽ കരയാൻ പോയി കഴിഞ്ഞാൽ ക്യാമറ അത് ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പണിയാകും എന്നുള്ളത് നോറയ്ക്കറിയാം. പിന്നെ ഈ രണഭൂമി ഗെയിമൊക്കെ അകത്ത് കൊടുക്കുന്ന സമയത്തും പുറത്ത് നല്ല ഗംഭീരമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ 5 കണ്ടസ്റ്റൻസ്. റിനോഷും അഖിൽ മാരാറും ഒരെണ്ണം അങ്ങോട്ട് ഇടുന്നു, ഒരെണ്ണം ഇങ്ങോട്ട് ഇടുന്നു. അടിപൊളിയാണ്. അഖില് അവിടെ പണ്ടത്തെ പോലെ തന്നെ റിനോഷിന് മുൻപിൽ എക്സ്പോസ്ഡ് ആവും. റിനോഷ് അഖിലിനെക്കാളും നല്ല രീതിയിൽ വാക്പോര് നടത്തും. അഖില് മറ്റേ താളത്തിൽ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ റിനോഷ് അങ്ങനെയല്ല. കുറച്ചു നേരമൊക്കെ ആലോചിച്ച് എന്ത് പറഞ്ഞാലും ഇവനെ പൂട്ടാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ റിനോഷെ സ്കോർ ചെയ്യത്തുള്ളൂ. പിന്നെ റിനോഷിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പുള്ളി ഒരു ഘട്ടത്തിൽ നിർത്തും, ഇത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തും. അതാണ് ഈ പുറത്തെ ഗെയിമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അകത്തെ കളി ആസ്വദിക്കണോ പുറത്തെ കളി ആസ്വദിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ പുറത്തെ കളിയാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റേ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പോയി, അത് ഈ പറയുന്ന റിപ്ലൈ ഇടലെ പരിപാടികളൊക്കെ കാരണം അതിനകത്തെ സീരിയസ്നെസ് ഒക്കെ പോയിട്ട് ഇത് വേറെ ഏതോ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് റിവ്യൂ പറയേണ്ട പുതുമയുള്ള സംഭവങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഈ രതീഷ് അവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കണ്ടസ്റ്റൻസിന് വലിയ ആശയക്കുഴപ്പമുണ്ട്. ചില ആളുകളൊക്കെ പറയുന്നത് നമ്മൾ പറയണമായിരിക്കും രതീഷിന് ഇവിടെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ, പക്ഷേ രതീഷിനെ നിർത്തുന്നത് സേഫ് അല്ല എന്നൊക്കെ ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. രതീഷ് ആണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് കുറ്റിയടിച്ച് കെട്ടിയ പശുമ്പാനെ പോലുള്ള ഒരു ഗെയിമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ആ വട്ടത്തിൽ കിടന്ന് കറങ്ങിയാണ്. പുള്ളിക്ക് ഗെയിം കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നലെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രതീഷിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്ന് പുള്ളിയുടെ ഒരു അപ്രോച്ച് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു പ്രതീക്ഷ മാറി. ഇപ്പോൾ രതീഷ് ഇന്നൊരു ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട് സിജോയ്ക്കൊപ്പം. ഇങ്ങനെ തമ്മിലടിക്കുന്ന ഒരു പ്രാങ്ക് പോലത്തെ ഒരു പരിപാടി. രതീഷ് അങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് എന്തിനാണ് വീണ്ടും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പുള്ളി കഴിഞ്ഞ തവണ നെഗറ്റീവായി പോയതും അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ വേറെ സംഭവങ്ങൾ തേടി പിടിക്കുന്ന പരിപാടിയില്ല, കാര്യമായിട്ടുള്ള കാര്യം ഒരു ഗെയിമറെ നോക്കി പഠിക്കുന്ന പരിപാടിയില്ല. പുള്ളി ഒരു സാധനം അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു ഡ്രാമ പരിപാടിയാണ്. അവിടെയാണ് രതീഷിന് പാളുന്നത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ ജാസ്മിൻ കിച്ചണിൽ നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത്. കിച്ചൺ ക്യാപ്റ്റനാണ് ജാസ്മിൻ. അപ്പം ഈ വൃത്തികേടാക്കുന്നതിൽ PhD എടുത്ത ആളാണോ ജാസ്മിൻ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് വേറെ ചില കാരണങ്ങളൊക്കെ കൊണ്ടാണ്. കാരണം ജാസ്മിൻ്റെ വൃത്തി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട്, നമ്മളും ക്യാമറയും അതേപോലെ കണ്ടസ്റ്റൻസും. അതങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ വൃത്തിയില്ലാത്ത ഒരാളാണ് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഇങ്ങനെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കും. വൈകിട്ട് ശ്രീരേഖ ജാസ്മിന് മുടി കെട്ടിയ സമയത്ത് കൈ കഴുകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അതാണ്. അവിടെ ശ്രീരേഖ അത് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിയാണ്, അങ്ങനെ കാണിച്ച് വൃത്തികേടാണ് എന്ന് തോന്നും. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ചിലപ്പം മൈൻഡ് ചെയ്യാത്ത സംഗതികളൊക്കെ ആയിരിക്കും ഇത്. അതേപോലെ ആ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ടേബിൾ ടോപ്പിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവമില്ലേ, അത് പേഴ്സണലി എനിക്ക് ജിൻഡോ പറഞ്ഞപ്പോൾ ന്യായമെന്ന് തോന്നി. കാരണം എനിക്കത് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ കമത്തി വയ്ക്കുന്ന സമയത്ത് വീണ്ടും അത് വയ്ക്കുന്ന സമയത്ത് മേശയിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വീഴും എന്നുള്ളത്. എന്നാൽ പല ആൾക്കാരും പറയുന്നത് അതത്ര വലിയ പ്രശ്നമുള്ള സംഗതിയില്ല, മേശയിലിട്ടിട്ടാണ് ചപ്പാത്തി പരത്തുന്നത്. മേശയിലിട്ട് ചപ്പാത്തി പരത്തുന്ന പരിപാടി എനിക്ക് എന്തോ ഒരു ഇതാണ്. കാരണം കിച്ചണിലൊക്കെ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ഈ പാറ്റയൊക്കെ വരും. അപ്പോൾ രാത്രിയിലൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ടൊക്കെ നോക്കുന്ന സമയത്ത് പാറ്റയെ കാണാൻ പറ്റും. രാത്രി നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മേളമൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഉള്ളതുകൊണ്ട് എനിക്കത് മനസ്സിൽ പിടിക്കത്തില്ല. ഇത് ഓരോ ആളുകളുടെ അപ്രോച്ചാണ്. ഇത് ജാസ്മിന് കിട്ടിയ 8ന്റെ പണിയാണ് ആ ഒരു വിഷ്വൽ പുറത്തേക്ക് കാണിച്ചത്. അതുകൊണ്ട് ഫുൾ ടൈം ക്യാമറ ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടിരിക്കും, പ്രേക്ഷകരും സൂം ചെയ്തുകൊണ്ടിരിക്കും. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകൾ ആ ഒരു ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടില്ല, അതെടുത്ത് ട്രോളാക്കി വിടും. അത് അങ്ങനെ ഒരു വിറ്റ്. ഇതിനുശേഷം രണഭൂമി ടാസ്ക് അനൗൺസ് ചെയ്യുകയാണ്. യുദ്ധമാണ്
ടാസ്ക്, പക്ഷെ അതൊരു റിയൽ യുദ്ധമായി കാണരുത് എന്നൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഉടായിപ്പ്, കള്ളക്കളി, എല്ലാം കള്ളക്കളിയായിരുന്നു ഗെയിമിനകത്ത്. പിന്നെ ഈ കളർ കോഡൊക്കെ പാലിച്ച് ഇവർ മാർച്ച് പാസ്റ്റൊക്കെ ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത ടീമുകൾ ഇപ്പോൾ ഡ്രസ്മിൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അപ്സര ഉണ്ടായിരുന്നു. അവരെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്തു. പവർ ടീം നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ റസ്മിൻ അവരുടെ പ്രൊഫഷണലിസം ഒക്കെ കാണിച്ചു. ജിൻഡോയുടെ ടീം സാവധാനമൊക്കെ പറഞ്ഞപ്പോഴത്തേന് സാവധാനത്തിൽ ഉഴപ്പി അങ്ങോട്ട് പോകുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ മറ്റേ ശ്രീധുവിനെ ഇന്നും ഞാൻ പറയുകയാണ്, ശ്രീധുക്ക് ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി. ഒന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഭാഷ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, തിരിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നമ്മളുടെ ഭാഷയിൽ നിന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഭാഷ മനസ്സിലാവണമല്ലോ. അതൊക്കെ ശ്രീധു ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. യുദ്ധഭൂമിയിൽ പടയാളികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ബാരക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബോംബുണ്ട്, കളർ ബോംബുകളുണ്ട്. ഇമോഷണലി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ആയുധം വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ മറ്റേ ഈ തടയാൻ വേണ്ടിയുള്ള ഷീൽഡും ഉണ്ട്. ഗെയിമുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഘട്ടങ്ങളുണ്ടായിരിക്കും. വാക്പോരിനുള്ള സമയമുണ്ട്, അതിനുശേഷം ഒരു യുദ്ധകാഹളം മുഴങ്ങുന്ന സമയത്ത് ബോംബ് എറിയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാതെ ബാരക്കിനകത്തേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീഴുന്ന ബോംബുകളുടെ എണ്ണം നോക്കി ആ ഒരു ടീം ഔട്ടായി പോകും. ആദ്യം തന്നെ പവറും ഡെന്നും തമ്മിലുള്ള ഒരു വാക്പോരാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നന്ദന കാര്യമായിട്ട് തന്നെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ശ്രീരേഖ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ശരണ്യെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എല്ലാം നിവൃത്തി നിൽക്കുക എന്നൊക്കെ തിരിച്ച് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അത് തിരുത്തുന്നുണ്ട്. ബാക്കിയുള്ള പടയാളികൾ ഇപ്പം ശ്രീതു അതേപോലെ തന്നെ ജാസ്മിനൊക്കെ അത് തിരുത്തുന്നുണ്ട്. അതിനുശേഷം നെസ്റ്റ് വേഴ്സസ് ടണലിൻ്റെ ഒരു വാക്പോരൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിജോ നോറയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സിജോ നോറയെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറയുടെ കാർഡിറക്കി പരിപാടി നടക്കില്ല. നോറയോട് സഹതാപത്തിൻ്റെ എലമെൻറ്റുകളൊക്കെ കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും മാറി. അപ്പോൾ എല്ലാ ആൾക്കാരും നോറയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുനൊക്കെ കാര്യമായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പവർ ടീം ഔട്ടായിരിക്കുകയാണ്. സേനാധിപൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും മെയിൽ കണ്ടസ്റ്റൻസിനെ തന്നെയാണ് പിടിച്ചു നിർത്തുന്നത്. ഇതിനിടയ്ക്ക് ഒരു വലിയ ഡിസ്കഷൻ വരുന്നുണ്ട്. ശ്രീധു ടണൽ ടീമിൻ്റെ ബാരക്കിലേക്ക് എറിഞ്ഞ ബോംബ് അവിടെ നിന്ന് എടുത്ത് മറ്റേ നെസ്റ്റിലേക്ക് ഇവർ എറിഞ്ഞു, അഭിഷേക് എറിഞ്ഞു എന്നുള്ളതാണ് ഗബ്രി പറയുന്നത്. അഭിഷേക് തന്നെയാണ് എറിഞ്ഞത്. ബിഗ് ബോസ് പിന്നീട് അനൗൺസും ചെയ്തു, സ്വന്തം ബോംബുകൾ മാത്രം എടുത്തെറിയുക. അതിന് എറിയാൻ പാടില്ല, കാരണം ഒരാളുടെ ബാരക്കിൽ വീഴുന്ന ബോംബ് അവിടെ കിടന്നാൽ മാത്രമേ അത് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതെടുത്ത് തിരിച്ചറിയുന്നത് അൺഫെയർ ആണ്. പക്ഷേ അതിനോട് സഹകരിക്കാനായിട്ട് മറ്റ് ടീമുകൾ റെഡിയായില്ല. ജാസ്മിൻ ആൻഡ് ഗബ്രി ഇവിടെ വെച്ച് വൻ വിഷയമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജാസ്മിൻ ഗെയിമിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ഗബ്രിയോടുള്ള ഇമോഷണൽ സമീപനത്തിൻ്റെ സമയത്ത് ജാസ്മിനായിട്ട് നിൽക്കും. അത് വല്ലാത്തൊരു ഗെയിമാണ്. അത് ജാസ്മിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. രണ്ടും മാനേജ് ചെയ്യും. ജാസ്മിൻ ഇങ്ങനെ പുലി പോലെ പുറത്ത് നിന്നിട്ട് ഗബ്രിയുടെ കുണുമാവത്തരത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാന്താരിയായിട്ട് അങ്ങ് അഭിനയിച്ച് തകർത്ത് വാരും. ഗബ്രി ആണെന്നുണ്ടെങ്കിൽ അയ്യോ എന്നെ ഷോയാണ്, മാറിക്കോ തെറി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വിറ്റാണ്. അതിനിടയ്ക്ക് മച്ചാൻ മുടിയൊക്കെ കെട്ടി വെക്കുമ്പോഴത്തേന് ഭയങ്കര കോമഡിയാണ്. മറ്റേ ഈ കുഞ്ഞു പിള്ളേർ നമ്മൾ അങ്കണവാടി വിടുന്ന സമയത്ത് 2 സൈഡിലേക്ക് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മച്ചാൻ മറ്റേ കലിപ്പൻ റോളൊക്കെ എടുത്തങ്ങ് ഇടുന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് സത്യസന്ധത ജവാന്റെ മുഖമുദ്രയാണ്. ഇനിയിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കണ്ടന്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബോംബ് എടുത്തെറിയുന്നത് ചിലപ്പോൾ കാണിക്കായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ഔട്ട് ആവുകയാണ്. ടണലും ഡെന്നും തമ്മിലാണ് പിന്നീട് മത്സരം. അപ്പോൾ 6 ബോംബുകൾ സ്വയം ബാരക്കിലേക്ക് ഏറ്റുവാങ്ങി ഡെന്ന് തോറ്റുപോവുകയാണ്. ടണൽ ടീം ജയിക്കുന്നു. നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന 2ാം ഘട്ട മത്സരത്തിൽ ഫസ്റ്റ് ടണൽ അടിച്ചു, സെക്കൻഡ് ഡെൻ അടിച്ചു, തേർഡ് നെസ്റ്റ് അടിച്ചു. പവർ ടീമിന് ഇന്നും പോയിന്റുകളൊന്നുമില്ല. ഇതിനിടയിൽ രസകരമായിട്ട് തോന്നിയത്, നാളെ ഇതിന്റെ ബാക്കി അറിയാം, പവർ ടീം ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്യുകയാണ്. സായി പറയുന്നു അപ്സരയോടും അർജുനോടും ഒക്കെ അവരുടെ ടീമിനോട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം അടിച്ചു മാറ്റുക, വലിയ വിലവെടുപ്പുള്ളതൊന്നും വേണ്ട, എന്തെങ്കിലും അടിച്ചു മാറ്റുക, നാളെ അതൊരു കണ്ടന്റ് പോലെ നമുക്കാക്കാം, ഒരു പ്രാങ്ക് പോലെ നമുക്കാക്കാം. ഇവർ ബെസ്റ്റ് ടീമുകൾ. പവർ ടീമിലെ ശ്രീരേഖയുടെ ചെരുപ്പ് അടിച്ചു മാറ്റി. ശ്രീരേഖയ്ക്ക് അതറിയാം, കാരണം പവർ ടീമിൻ്റെ പ്ലാനാണല്ലോ. എന്നിട്ട് ശ്രീരേഖ ക്യാമറയോട് എന്ന് പറയുന്നു, നാളെ ഏതായാലും ഇത് വലിയ രീതിയിൽ വർക്കാവാൻ സാധ്യതയൊന്നുമില്ല, ഇത് നോർമലായിട്ടങ്ങ് പോകും. കണ്ടസ്റ്റൻസിന് തന്നെ വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, പ്രേക്ഷകർക്ക് വലിയ കാര്യമായിട്ടുള്ള സംഗതികൾ കൊടുക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഈ ആക്ടിവിറ്റികളൊക്കെ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടും എന്തെങ്കിലും ഡ്രാമ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെയുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. സായിക്കൊന്നും തീരെ പ്രതീക്ഷയില്ല. സായിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കാനായിട്ടുള്ള ഒരു മൂഡിലൊന്നും അല്ല. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലടക്കം സായിൽ പ്രതീക്ഷ ഉണ്ട് എന്നൊക്കെ കേട്ട സമയത്ത് സായിക്ക് അത്ഭുതമാണ്. അപ്പോൾ സായി എനിക്ക് തോന്നുന്നു ടോട്ടലി ഗെയിമിൽ നിന്നിട്ട്
പോയേക്കാം എന്നുള്ള ചിന്തയിലാണ്. പിന്നെ അൻസിബയൊക്കെ എന്തോ മാഷി പോലെയാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അൻസിബയ്ക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. പോകണം എന്നുള്ള അൻസിബയെ അവിടെ പിടിച്ചു നിർത്തി അൻസിബയെ വേർപ്പിച്ച് ഒരു ഗെയിം പുറത്തേക്ക് എടുക്കാനായിട്ടാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത്. ഏതായാലും ഇത്രയധികം കണ്ടസ്റ്റൻസിനെ വെച്ച് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എടുക്കും, അമ്മാതിരി ബഹളമാണ്. ഒരു ആക്ടിവിറ്റിയും ഭംഗിയായിട്ട് നടക്കത്തില്ല ഈ ബഹളം കാരണം. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.